തിരുവനന്തപുരം ശ്രീകാര്യം CET കോളേജിൽ സഹപാഠികൾ ഓടിച്ച ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ 3ാം വർഷ വിദ്യാർത്ഥിനി തസ്നി ബഷീർ വെന്റിലേറ്ററിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4ാം വർഷ വിദ്യാർത്ഥി ബൈജു ഉൾപ്പെടെ 15ഓളം പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 3:30-ക്കാണ് കോളേജ് കോമ്പൗണ്ടിൽ ദാരുണമായ സംഭവം നടന്നത്. മെൻസ് ഹോസ്റ്റലിലെ ഓണാഘോഷ പരിപാടിക്കിടെ വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന ജീപ്പ് അമിത വേഗത്തിൽ വിദ്യാർത്ഥിനിയുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ തസ്നി ബഷീറിന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഉടനെ തന്നെ വിദ്യാർത്ഥികളും കോളേജിലെ ജീവനക്കാരും ചേർന്ന് തസ്നിയെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇപ്പോൾ വരെ തസ്നിയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. അതേസമയം അപകടവിവരം ബന്ധുക്കളെയും പോലീസിനെയും അറിയിക്കാൻ കോളേജ് അധികൃതർ ശ്രമിച്ചില്ലെന്ന ആരോപണമുണ്ട്. ജീപ്പ് ഓടിച്ചിരുന്ന വിദ്യാർത്ഥി മദ്യപിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. മദ്യപിച്ചിട്ടുണ്ടാവും, 100% മദ്യപിച്ചിട്ടുണ്ടാവും, അല്ലാതെ ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ആക്സിഡന്റ് വരില്ല. അതേസമയം കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അതിന്റെ അവസ്ഥ അറിഞ്ഞിട്ടാണ് പോലീസിനെ അറിയിച്ചത്. 5 മണിക്കൂറൊന്നുമല്ല. ഇതിനിടെ വാഹനമോടിച്ച 4ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ബൈജു ഉൾപ്പെടെ 15ഓളം പേർക്കെതിരെ വധശ്രമത്തിന് ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന ജീപ്പ് പോലീസ് രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂർ സ്വദേശിനിയായ തസ്നി ബഷീർ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.